Hello guys, welcome to Cooperative Study Buddy. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കേരളത്തിലെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കേരള സംസ്ഥാനം രൂപീകരിച്ചത് 1 നവംബർ 1956 അത് നമുക്കറിയാം, കേരള പ്രവി. ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്റ്റേറ്റ് രൂപീകരിച്ചത്. ഇതിനു മുമ്പ് കേരളത്തിൽ എങ്ങനെയായിരുന്നു? 3 തിരിച്ചിട്ടുള്ളതാണ്: കൊച്ചി, ട്രാവൻകൂർ, മലബാർ. കൊച്ചി, ട്രാവൻകൂർ, മലബാർ. ഈ 3 തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾക്കും സെപ്പറേറ്റ് കോഓപ്പറേറ്റ് രജിസ്ട്രേഷൻ ആയിരുന്നു ഇതിനു മുമ്പ്. അതായത് 1956 കേരളം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യം പറയുന്നത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഒന്നെന്ന് പറയുന്നത് കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, വർഷം 1913. ഈ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവരാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് നമ്മുടെ ശ്രീ രാജഗോപാലാചാരിയാണ്. രാജഗോപാലാചാരി അദ്ദേഹമാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നത്. അതിൽ ആദ്യമായിട്ട് രൂപീകരിച്ചത് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇപ്പോൾ ഉള്ള അതായത് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു അന്ന് രൂപീകരിച്ചത്. എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് 1914 കൊണ്ടുവന്നു. അപ്പോൾ ട്രാവൻകൂറിൽ എന്തായിരുന്നു? ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, വർഷം 1914. ഇതിലും എന്തായിരുന്നു? രാജഗോപാലാചാര്യായിരുന്നു ഇത് എനാക്ട് ചെയ്യാനുള്ള അധികാരി, അന്ന് ചെയ്തിരുന്ന അധികാരി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് 1915 രൂപീകരിച്ചു. ഏത് നിയമപ്രകാരം? ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരം. അതാണ് എന്തായി? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയതും ഇപ്പോൾ നിലവിൽ കേരള ബാങ്കിലേക്ക് ആയതും. ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, വർഷം 1915.
ഇതെന്തായി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായി മാറി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇതാണ് എന്ത് ചെയ്തത്? ഇപ്പോൾ ഉള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കൂടെ ചേർന്നിട്ട് കേരള ബാങ്കായിട്ട് മാറിയത്. ഓക്കെ. ഇപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കേണ്ടത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. വർഷം 1932. ഓക്കെ. ഈ 1932 വരെ എന്തായിരുന്നു? 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആയിരുന്നു 1932 ആക്ട് വരും വരെ അവിടെ നിലവിലുണ്ടായിരുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേരള സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് മലബാർ എന്ന് പറയുന്നത് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. മലബാർ ഏരിയ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 വരും വരെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആയിരുന്നു ആപ്ലിക്കബിൾ. ഈ മലബാർ ഏരിയയിൽ തുടങ്ങിയ ഫസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് കൊടുവായൂർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഇനി പഠിക്കേണ്ടത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. വർഷം 1951. അതായത് നമ്മൾ ട്രാവൻകൂർ സ്റ്റേറ്റും കൊച്ചിൻ സ്റ്റേറ്റുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. എന്നാ മെർജ് ചെയ്തത്? നമുക്കറിയാം 1949 ട്രാവൻകൂറും കൊച്ചിനുമായിട്ട് മെർജ് ചെയ്തു. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. ഈ നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വരും വരെ എന്തായിരുന്നു നിലവിൽ? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു നിലവിൽ. അപ്പോൾ അടുത്തത് ഇനി പഠിക്കേണ്ടത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. വർഷം 1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. വർഷം നമുക്കറിയാം 1969. നിലവിൽ വന്ന സമയം നമുക്കറിയാം മെയ് 15, 1969. 15 മെയ് 1969. ഇതിൽ നമുക്കറിയാം 110 സെക്ഷനും 201 റൂളും നമ്മൾ HDCK പഠിച്ചതാണ്. 110 സെക്ഷനും 201 റൂളും ഉണ്ടായിരുന്നു.
ഇതിന് എന്തെന്നും വിളിച്ചിരുന്നു? ആക്ട് 21 എന്ന് വിളിച്ചിരുന്നു. ആക്ട് 21 ഓഫ് 1969 എന്ന് വിളിച്ചിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉള്ള സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. പിന്നെ നമ്മൾ കുറേ സെക്ഷൻ ഇനി അടുത്ത് പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കേരളയാണ് നമ്മൾ പഠിച്ചത്. കേരളം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. അതിനു മുമ്പ് എന്തായിരുന്നു? കേരളത്തിൽ 3 പ്രൊവിൻസായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു: കൊച്ചിൻ, ട്രാവൻകൂർ, മലബാർ. കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ഉണ്ടായിരുന്നു. കൊച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. അത് ശ്രീ രാജഗോപാലാചാരി ആയിരുന്നു അതിൽ കൊണ്ടുവരാൻ നിന്ന ഓഫീസർ. പിന്നെ എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആദ്യം രൂപീകരിച്ചത് ഈ നിയമപ്രകാരം. ഓക്കെ, ഇനി ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വർഷം 1914. നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നത് ഇതുപ്രകാരമാണ്. അതായത് ആദ്യം വന്നത് ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് 1915. അതാണ് പിന്നീട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആവുകയും ഇപ്പോൾ കേരള ബാങ്കായി നിൽക്കുകയും ചെയ്യുന്നു കേട്ടോ. ഇനി മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വർഷം 1932. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അതുവരെ നിലവിലുണ്ടായിരുന്നത്. ഏതുവരെ? 1932 ആക്ട് നിലവിൽ വരും വരെ ഉണ്ടായിരുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. കാരണം നമ്മളെ മദ്രാസ് ഏരിയ എന്തായിരുന്നു? മലബാർ ഏരിയ മദ്രാസിൻ്റെ പ്രോവിൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു കേട്ടോ. പിന്നെ ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 വർഷം. 1949 ട്രാവൻകൂറും കൊച്ചിയുമായിട്ട് മെർജ് ചെയ്തത് കേട്ടോ. അതിനുശേഷമാണ് ഈ ആക്ട് അവിടെ നിലവിൽ വന്നത്. പിന്നെ ഇനിയുള്ളത് നമ്മൾ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇത് നമുക്കറിയാവുന്ന കേസാണ്. പിന്നെ ആക്ട് 21 ഓഫ് 1969 എന്നാണ് പറയുക. 15 മെയ് 1969 ആണ് ഇത് രൂപീകരിച്ചത്. ആക്ട് നിലവിൽ വന്നത്. 110 സെക്ഷനും 201 റൂളും ഉണ്ട്. ഓക്കെ, താങ്ക് യു.